അസ്സലാമലൈക്കും. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണു. അപ്പോ ഞങ്ങളിതാ ഇവിടെ ഇച്ചാപ്പി വന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ല കേട്ടാ. അഞ്ചു വന്നതിന് ശേഷം നമ്മളിട്ട് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ എന്റെ ഇച്ചാപ്പി 2-3 ദിവസങ്ങൾക്ക് മുന്നേ നാട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. അപ്പൊ ഞങ്ങള് സാധാരണ ഒരു എത്ര വർഷമായി നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് 10-16 വർഷമായിട്ട് സ്ഥിരം പോണ ഊട്ടി, മൈസൂർ, വയനാട് ട്രിപ്പ് വിട്ടിട്ട് ഞങ്ങൾ ഒരു ഹൈ ലെവൽ യാത്ര പോകാൻ തുടക്കം വെക്കാനായിട്ടത് ഞങ്ങളൊരു ഡ്രീം യാത്ര. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ മുതൽ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ഇപ്പൊ അതിനുള്ള ഒരു സമയം ഒത്തുന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുന്നും പിന്നും നോക്കാണ്ട് ഞങ്ങളൊരു യാത്ര പോവാണ് കേട്ടാ. അതായത് ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് യാസിന് സ്റ്റാർട്ട് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ എവിടേക്കാ പോണത്, എന്താണ് പോണ വിശേഷങ്ങൾ, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള എല്ലാ വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കല്ല കേട്ടാ. ഞങ്ങളെ മക്കളില്ല, ഞാനും കിച്ചും പിന്നെ അതുപോലെ സാക്കും അളൂസും. അപ്പൊ ഞങ്ങൾ 4 പേരും ചേർന്നിട്ട് ഒരു യാത്ര പോകാൻ പോവാണ്. ഞങ്ങൾ അളിയനെ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ ഞെട്ടും, ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എന്റെ അമ്മ വരട്ടെ, ഷോള് തിരിച്ചിട്ടോ അല്ല അതെല്ലാം പോലെ എടുത്തോളാം. അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡി ആയിട്ട് ഇറങ്ങാൻ ഇട്ടാ. ഇറങ്ങിയപ്പോ ഞങ്ങള് അളുസിനെ കണ്ടേക്കും എല്ലാവരും വണ്ടടിച്ച് ഞെട്ടി ബോധം പോയി നിൽക്കണിട്ടാ. കാരണം അളുസിനെ ആരും ഈ ഒരു കോലത്തിൽ കണ്ടിട്ടേ ഇല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന കാലം തൊട്ടേ അളുസ് എപ്പോഴും ഒരേ രീതിയിൽ മാത്രം ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അളിയന് കുറച്ച് ഷർട്ടോള്, അത് കുറച്ച് കളറോള് മാത്രമായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ നാളെ ടീഷർട്ടിൽ ഈ ഒരു ലുക്കിൽ കണ്ടേക്ക് എല്ലാവരും ആകെ ഷോക്കായിട്ട് നിന്നിട്ടാ. അപ്പോൾ എന്തായാലും ട്രിപ്പിൽ പോവാൻ ഇറങ്ങിയ സമയത്തേനെ ഞങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് ഷോക്ക് ഇതാണ്. അപ്പം ഇനി മക്കളോടും ഉമ്മാനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടാ. എന്തൊക്കെ കൊണ്ടുവരണം പറഞ്ഞോളൂ, ഓർഡറുകൾ തന്നോളൂ. മുട്ടായി കണ്ട് വരണ വരെ കുട്ടികളെ ചൊറിയാണ്ടിരിക്കുക. എന്നോട് മെയിൻ ആയിട്ട് പറഞ്ഞ ഉപദേശം, വരണ വരെ കുട്ടികളെ ചൊറിയാണ്ടിരിക്കുക. നിങ്ങൾ 2 ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളെ 6 നോക്കാൻ. ഓക്കെ, മൂത്ത 2 ബാക്കി ചെറിയ 6 നോക്കുക. എനിക്കില്ല മറ്റേ ഇതാ ടോയാണോ? പൈസ കിട്ടുമ്പോ അതെ, പൗച്ചൊക്കെ ഇട്ടേക്കണ ലോക്കോ ആക്കണ ലോക്ക്. ആ ഓക്കെ. അമ്മണ്ട അമ്മ വിടണ പോലെ വിടണുണ്ട് ഞങ്ങള്. മമ്മീഷ്, ഇപ്പൊ ഞങ്ങൾ പോയി വരാം. പുരുഷു ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ പോയി വരാം. അങ്ങനെ അൽഹംദുലില്ലാ ഉമ്മാനോടും മക്കളോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളുടെ സ്വപ്ന യാത്രക്ക് തുടക്കം വെക്കാനായിട്ട്. അതൊരു സ്വപ്ന യാത്ര എന്ന് പറയാൻ കാരണം ഇത് ഞങ്ങൾ 4 പേരും കൂടിയുള്ള എത്രയോ കാലത്തുള്ള ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോകണം, ഒരുമിച്ച് 4 പേരും കൂടി യാത്ര ചെയ്യണം. കൂടെ ഞങ്ങൾ നാട്ടിലാവുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഉമ്മയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് കൂടുതൽ യാത്രകൾ പോയത്. ഇപ്പോൾ ഞങ്ങൾ 4 പേരും ചേർന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് കുറേ ആയിക്കണം. അപ്പോൾ അതിനൊരു തുടക്കം വെക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഫാമിലിനെ അറിയാത്തവർക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. അത് എൻ്റെ താത്തയാണ്, അതായത് എൻ്റെ ഏടത്തി, മറ്റേത് എൻ്റെ അളൂസ്. ഇനി നമ്മൾ യാത്രനെ കുറിച്ച് പറയാം. നമ്മൾ യാത്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് നമ്മൾ ആദം ട്രാവൽസിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദം ട്രാവൽസിൻ്റെ പാക്കേജിൽ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വിയറ്റ്നാമിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ കൊച്ചി ടു തായ്ലാൻഡ് പോവും, തായ്ലാൻഡ് ടു വിയറ്റ്നാം. അങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൻ്റെ പ്ലാൻ കിടക്കുന്നത്. ഇനി നമ്മൾക്ക് പോകാൻ ആയിട്ടുള്ള മൊത്തത്തിൽ ആയിട്ടുള്ള ചിലവ് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഈ യാത്രയ്ക്ക് A to Z മൊത്തത്തിൽ 4 പേർക്കും കൂടി ചിലവായത് 3,82,488 രൂപയാണ് കേട്ടോ. അതിൽ ഫ്ലൈറ്റ് ചാർജ്, നമ്മളുടെ ഹോട്ടല്, അതുപോലെ നമ്മളുടെ പാക്കേജ്, പിന്നെ എക്സ്ട്രാ നമ്മൾ കരുതിയിരുന്ന ക്യാഷ് എല്ലാം കൂടി ചേർത്തിട്ട്, പിന്നെ നമ്മളുടെ വിസ, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു എമൗണ്ടാണ് 4 പേർക്കും കൂടി 3,82,488 രൂപ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ
ഞങ്ങൾ ഈ യാത്രക്കിടക്ക് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കണ്ടെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ഒരുപാട് കോമാളിത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോകുന്ന വഴി തൃശ്ശൂരിലെത്തിയപ്പോ ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. കാരണം കൊച്ചിയിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. രാത്രി 11 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ 7 മണിക്ക് നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നിട്ട്. ഉച്ച കഴിഞ്ഞ പാട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ പാട് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. ജസ്റ്റ് ഒരു ചായ എന്തെങ്കിലും സ്നാക്സും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച ഞങ്ങൾ എത്ര ഒരു സ്നാക്സും ചായയും കഴിച്ചെന്ന് ഞങ്ങൾക്ക് പോലും ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ ആ ബഡ്ജറ്റിൽ പെടുന്നതല്ല. നമ്മൾ ഫ്ലൈറ്റ് കയറിയത് മുതലുള്ള ചിലവാണ് കയറിയത് മുതൽ തിരിച്ചു വരുന്ന വരെയുള്ള ചിലവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് നമ്മളുടെ യാത്രയിൽ കുറേ നെഗറ്റീവായിട്ടുള്ളതും കുറേയല്ല, ചെറിയൊരു നെഗറ്റീവായിട്ടുള്ളതും കുറേ പോസിറ്റീവായിട്ടുള്ളതും കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പറയാം. കാരണം ഒരു യാത്ര ആകുമ്പോൾ അതിൽ സന്തോഷവും സങ്കടവും നമ്മൾ എക്സ്പെക്ട് ചെയ്തതും എക്സ്പെക്ട് ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ യാത്രയിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ എന്നൊക്കെ ഞാൻ എപ്പിസോഡായിട്ടായിരിക്കും പോസ്റ്റ് ആക്കേണ്ടത്. കാരണം നമുക്ക് പോയി വരും വരെയൊക്കെ ഇത് എത്രത്തോളം വ്ളോഗ്സ് ആയിട്ട് മാറും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മളെ ചാനലിൽ എല്ലാവർക്കും വ്ളോഗ്സ് അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ സ്റ്റോറിയാണ് കാത്തിരിക്കണതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു ഡ്രീം യാത്രയാണ്. അപ്പോൾ ഈ ഒരു വിശേഷങ്ങളും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ ആ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർ കാണാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പോയി വന്നാൽ ഉടനെ നമ്മുടെ റിയ സ്റ്റോറി ബാക്കി തുടങ്ങുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു 2-2.5 മാസങ്ങൾക്ക് മുന്നെയാണ് ഞങ്ങൾ വിയറ്റ്നാം എന്നുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹാദം ഹോളിഡേയ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പിന്നീടുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ വിസ വേണം. ഈ വിസക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു 7 ദിവസം എടുക്കുമെന്നാണ് പറയുക. എന്നാലും നമുക്ക് 4-5 ദിവസമായപ്പോൾ തന്നെ നമുക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിത് പോകുന്നതിന് മുന്നേ അവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ കേട്ടോ. നമ്മൾ കയ്യിൽ ഇവിടുത്തെ ഒരു 30,000 രൂപ, അതായത് ഇന്ത്യൻ റുപ്പീസ് 30,000 രൂപ നമ്മൾ വിയറ്റ്നാം VD ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വിയറ്റ്നാമിലെ ക്യാഷും നമ്മളെ ഇവിടുത്തെ ക്യാഷും സെയിം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് നമുക്ക് എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും ഫുഡുകൾ പർച്ചേസിങ് അങ്ങനെയൊക്കെ ആവശ്യം വരുന്നതിന് നമ്മൾ എക്സ്ട്രാ അവിടെ കയ്യിൽ നിന്നും 30,000 രൂപ അവിടുത്തെ ക്യാഷാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ക്യാഷ് ഇവിടുത്തെ ക്യാഷും തമ്മിൽ ലക്ഷങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു ബോട്ടിൽ വെള്ളം കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, ലക്ഷങ്ങളെ കൊണ്ടുള്ള ആറാട്ടാണ് കേട്ടോ. ആ ലക്ഷങ്ങളെ കൊണ്ടാണ് അവിടുത്തെ ക്യാഷിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ പോലെ ലക്ഷം വിട്ടുള്ള ഒരു പരിപാടിയില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇനി ലക്ഷങ്ങളോണ്ടുള്ള കളിയാണ്, ചില്ലറ കളികളൊക്കെ നിർത്തി ഇനി ലക്ഷങ്ങളോണ്ടുള്ള കളിയാണെന്ന് പറഞ്ഞിട്ട് പോകാനിട്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് അത് വിയറ്റ്നാമിലെ 1,00,000 രൂപ കാണാത്തവർക്ക്, ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്, അതുപോലെ കാണാത്തവർക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളെ വിയറ്റ്നാമിലെ 1,00,000 രൂപ നമ്മളെ നാട്ടിലെ 366 റുപ്യ ഉള്ളൂ കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ നാട്ടിലെ 366 രൂപ കൊടുത്താൽ വിയറ്റ്നാമിൽ 1,00,000 കിട്ടും. പക്ഷേ വിയറ്റ്നാമിൽ ആ 1,00,000 കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്നൊന്നും ചിന്തിക്കേണ്ട. കാരണം അവിടെ ഒരു ബോട്ടിൽ വെള്ളത്തിന് തന്നെ ആ ഒരു ക്യാഷ് ആവും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ആ യാത്രക്ക് തുടക്കം വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ 3 മണിക്കൂർ നമുക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും കഴിക്കണം. കാരണം നമ്മൾ തായ്ലാൻഡിൽ എത്തുമ്പോഴത്തിന് പുലർച്ചെ ടൈം ആവട്ടെ, പുലർച്ചെ 5 മണിയാകുമ്പോഴാണ് നമ്മൾ തായ്ലാൻഡിൽ എത്തുക. അപ്പോൾ എന്തായാലും കാര്യമായിട്ട് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അളിയനും കിച്ചും കൂടി ലോഞ്ചിൽ പോയി. എയർപോർട്ടിൽ നിന്ന് ഞാനും സാക്കും കൂടി ഇവിടെ പുറത്ത് അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ട് ഇരിക്കാൻ കേട്ടോ. നമ്മൾ ഇവിടുന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ സംസാരിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് എവിടേക്കാണ് പോകണേന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ തിരക്കിയപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട്. കാരണം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമ്മളെ കാണുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കലും സംസാരിക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചാനൽ കൊണ്ട് നിങ്ങളൊക്കെ സ്നേഹം കൊണ്ട് മാത്രം കിട്ടിയ ഓരോരോ അംഗീകാരങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നേരിട്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും കണ്ടപ്പോൾ ഇൻസ്റ്റ വഴി മെസ്സേജ് അയച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന്. കിച്ചു പോകാൻ നേരത്തെ ഇവിടുന്ന് ആദ്യം തന്നെ എന്താ പറയുക, ഇവിടുത്തെ ബുക്ക് സ്റ്റോളിൽ കയറിയിട്ട് ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആൾക്ക് ഇത് ഒരു ലോങ് യാത്ര ആയതുകൊണ്ട് തന്നെ കിച്ചുവിന് ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ വായിക്കണം. അതിന് വീട്ടിലായാലും ഒക്കെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കൊക്കെ ഞാൻ അങ്ങനെ മൊബൈൽ നോക്കി അങ്ങനെ ഉറങ്ങലാണ്. കിച്ചുവിന് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ വേഗം ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അമ്മ പ്രേമലു പറഞ്ഞൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് വായിക്കാൻ തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എന്നോട് കിച്ചു എപ്പോഴും പറയും, തീരെ വായിക്കില്ല, കാരണം നന്നായിട്ട് എഴുതുമല്ലോ, അപ്പോൾ കുറച്ചും കൂടി വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എനിക്ക് നന്നായിട്ട് കഥകളൊക്കെ എഴുതാൻ പറ്റുമെന്നുള്ളൂ. പക്ഷേ എന്തോ വായിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ബുക്ക് 2 പേജ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എന്തായാലും ബാക്കി വായിച്ച് തീർക്കണം എന്നുള്ള പ്രതീക്ഷയിൽ കിച്ചുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും സാക്കും കൂടി ഇവിടുന്ന് എന്താ പറയുക, നല്ല സ്പൈസി ആയിട്ടുള്ള ബ്രോസ്റ്റും അതുപോലെ സ്ട്രോബെറി മിൽക്ക് ഷേക്കുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കിച്ചു ദിവസം കൂടി ലോഞ്ചിൽ നിന്ന് എന്തൊക്കെയാണ് തട്ടി വെട്ടി വിടുന്നുണ്ട്. ഞാൻ ഒരു പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ പോകണം. 7 മണി മുതൽ 11
7 മണി മുതൽ 10:30 വരെ വെറുതെ തിന്നും കുടിച്ച് ലോഞ്ചിലിരുന്ന് നേരം കളഞ്ഞിട്ട് ലാസ്റ്റ് ഫ്ലൈറ്റ് പോവുകയാണ് എന്നുള്ള അനൗൺസ് കേട്ടപ്പോ ഓടണ വെറുതെ കേട്ട എന്തായിരിക്കാരം പാസഞ്ചേഴ്സ് ഞങ്ങളെ കാരം ഇവരെ കണക്കില്. ഇപ്പൊ ഓട്ടം കണ്ട ഇത് ഫസ്റ്റ് നമ്മളെ UAE പോക്കിനായിരുന്നു എനിക്ക് ഓർമ്മ. അബുദാബി പോയെന്ന് നമ്മളെ കാത്ത് മാത്രം നിന്നിട്ട് ഇപ്പൊ ഫ്ലൈറ്റ് ലാസ്റ്റ് അനൗൺസ്മെന്റും കഴിഞ്ഞിരിക്കണം ഫ്ലൈറ്റിന്റെ. അപ്പോഴാണ് ഞങ്ങൾ ഓടുന്നത്. ഇനി പോയി നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സാവും എന്നുള്ളത് അനൗൺസ് കേട്ടപ്പോഴുള്ള ഓട്ടാണ് ഈ ഓട്ടം. ഞങ്ങൾ ഈ ഒരു ഫ്ലൈറ്റിക്ക് ഏറ്റവും ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഞങ്ങളായിരിക്കട്ടെ. കാരണം കറക്റ്റ് റിപ്പോർട്ടിംഗ് ടൈം 7 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റിൽ ലാസ്റ്റ് കയറുന്നത് ഞങ്ങളായിരിക്കും. കാരണം ലോഞ്ചിൽ ഫുഡ് കോർട്ടിലും വെറുതെ തട്ടിമുട്ടി ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞിരുന്നിട്ട് ലാസ്റ്റ് ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് എത്തിയപ്പോഴാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നിട്ട്. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലെയായിരുന്നു എല്ലാവരും കയറി കഴിഞ്ഞിട്ട്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ബോർഡിംഗ് പാസിൽ എന്താ പറയുക ഞങ്ങളെ സീറ്റ് നമ്പർ പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള ഒരു ബോധം വന്നത്. കാരണം നമുക്ക് സാധാരണ എപ്പോഴും ഫ്ലൈറ്റിൽ കയറുന്ന ടൈമിൽ എടുത്തെടുത്താണല്ലോ ടിക്കറ്റ് കിട്ടുക നമ്മൾ എടുക്കുമ്പോൾ. പക്ഷേ എങ്കിൽ എയർ ഏഷ്യ ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്ത് സീറ്റ് കിട്ടൂല. ഏതാണ് കമ്പ്യൂട്ടർ ഏതാണ് ചൂസ് ചെയ്യുന്നത് നമ്മളെ സീറ്റ് വെച്ചാൽ ആ സീറ്റായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 4 പേർക്കും 4 സ്ഥലത്തായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ കിച്ചു അവിടെയുള്ള പാസഞ്ചേഴ്സിനോട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് എടുത്തെടുത്ത് സീറ്റാക്കിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് സീറ്റ് മാറി ഇരുന്നിട്ട് ഞാനും കിച്ചും അളിയനും സാക്കും എടുത്തെടുത്തായിട്ട് ഇരുന്ന്. അങ്ങനെ രാത്രി ആയതുകൊണ്ട് തന്നെ ഫുഡും കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മൊബൈലിൽ നോണ്ടിയിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. കിച്ചു കഥയും വായിച്ചിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ ഇതാ നമ്മൾ തായ്ലാൻഡ് ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തായ്ലാൻഡിൻ്റെ ടൈം ഏകദേശം പുലർച്ചെ 5:30 ടൈം ആവാറായിട്ടുണ്ട്. ഇന്ത്യൻ ടൈമും നമ്മുടെ അവിടുത്തെ ടൈമും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5 മണിക്കൂർ അങ്ങോട്ട് യാത്ര ഉണ്ടായിരുന്നു തോന്നുന്നു. കറക്റ്റ് അങ്ങനെ തന്നെ തോന്നുന്നു. അപ്പോൾ നമ്മളിതാ തായ്ലാൻഡ് ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഫുള്ള് ലൈറ്റൊക്കെ കത്തിയിട്ട് ഫുള്ളായിട്ട് നമുക്ക് ആ തായ്ലാൻഡൊക്കെ ഇങ്ങനെ കണ്ട് നല്ല രസത്തിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നേക്കായി ഒന്നും കൂടിയും ഭംഗി നേരിട്ടിട്ട് ആ സ്ക്രീനിൽ കൂടെ പുറത്തേക്ക് നോക്കാനായിരുന്നു ഉള്ളത്. അങ്ങനെ അതാ നമ്മൾ ആദ്യമായിട്ട് തായ്ലാൻഡിൽ കാല് കുത്താൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് ടോയ്ലറ്റിലൊന്നും പോവാണ്ടേ ഇവിടെ തായ്ലാൻഡിൽ എയർപോർട്ടിൽ വന്ന പാട് ഞങ്ങൾ ആദ്യം ബാത്റൂമിൽ പോയി നോക്കിയതാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, വെള്ളമില്ല. എല്ലാം ഉണ്ട് ടോയ്ലറ്റിൽ, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ വെള്ളം മാത്രമില്ല. പേപ്പറാണ് പേപ്പർ. വീട്ടിൽ ഇരുന്നുറങ്ങി ഇപ്പൊ ഇതെവിടെ കിടന്നുറങ്ങണം. എന്താ ടോയ്ലറ്റിൽ പോയി ഫ്ലിങ് ആയിട്ട് വന്നിരിക്കുന്ന സാക്കുനെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എന്താടി കാട്ടുകയെന്നോള് ഇത്രയും മനക്കെട്ട് ഇവിടെ വന്നിട്ട് ഇനി എന്താടി കാട്ടുക. റൂമിലുണ്ടാവും ചിലപ്പോ, റൂമിലൊക്കെ എത്തി കഴിഞ്ഞാൽ ഉണ്ടാവും. ഇപ്പൊ റൂമിലെത്തോളം എന്ത് ചെയ്യും? ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കണ്ടാണ് പോയിക്കോ നൈസായിട്ട്. ബോട്ടിലുണ്ടാവും. ഇനി അളൂസ് പോയാൽ നല്ല വിറ്റുണ്ടാവും. ഇവിടെ വെള്ളം അമൂല്യമാണ് കുട്ടി, പേപ്പറാണ് മുഖ്യം. അങ്ങനെ തായ്ലാൻഡ് എയർപോർട്ടിലെ ടോയ്ലറ്റിൽ വെള്ളമില്ലാന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആരും പിന്നെ ബാത്റൂമിലേക്ക് പോവാണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ ഫുഡ് പണി തരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതും ഇതൊന്നും പരീക്ഷിക്കാൻ നിന്നില്ല. കാരണം ആദ്യം തന്നെ വയറിന് പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിയുന്ന വല്ലതും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോരോ ഫുഡ് കോർട്ടിലും കയറി ഇറങ്ങാൻ കേട്ടോ. എവിടെ ചെന്നാലും നമ്മൾ മലയാളികളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഭക്ഷണമാണല്ലോ ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള അകടം പകടം ഐറ്റംസുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ അതും ഇതും കഴിച്ച് ഇതാവേണ്ട വിചാരിച്ചിട്ട് ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഓർഡർ ചെയ്യാൻ അളോസും പിന്നെ കിച്ചും പറഞ്ഞ് ഞങ്ങൾക്ക് നോർമൽ ഇത് മതി, വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് അവർ വെള്ളം കുടിച്ചത്. പക്ഷേ ഞാനും സാക്കും കൂടി അവിടുന്ന് ഒരു കോഫിയുടെ ഒരിത് കണ്ടപ്പോൾ, കോഫി മീൻസ് എന്തൊരു വെറൈറ്റി കോഫിയായിരുന്നു, അത് വാങ്ങിച്ച് അതൊന്ന് ടേസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് കഴിച്ച് നോക്കിയപ്പോഴാണ് വായിൽ വെക്കാൻ വേണ്ടി പറ്റണില്ലായിരുന്നു കേട്ടോ. കാരണം ഷുഗർ ഉണ്ടായിരുന്നില്ല, അതൊന്നാമതായിട്ട്. പിന്നെ വേറെന്തോ ഒരു ടേസ്റ്റിക്ക് എന്തോ ഇഷ്ടമായില്ല ആ ഒരു ടേസ്റ്റ് ഇട്ടാ. അപ്പോൾ ഞങ്ങൾ അവിടെ ഫുഡ് കോർട്ടിൽ പോയിട്ട് അവരെ കൊണ്ട് ഷുഗറൊക്കെ ആഡ് ചെയ്യിപ്പിച്ചിട്ട് കുടിച്ചു നോക്കിയപ്പോഴും കഷ്ടിച്ച് കുടിക്കാതെ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ പോലെ ഉണ്ടായിരുന്നുള്ളൂ, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 5 മണിക്കൂർ ഇവിടെ വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഇവിടുന്ന് തായ്ലാൻഡിൽ നിന്ന് നമ്മൾ എന്താ പറയുക വിയറ്റ്നാമിലെ ദനാങ്ങിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് 5 മണിക്കൂർ ഇവിടെ വെയിറ്റിംഗ് ടൈം ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് എടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ അത് ആ സമയപ്പോൾ എനിക്ക് വീണ്ടും കിടന്നുറങ്ങാനായിട്ട് നിന്നിട്ട് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നേരെ പുലർന്ന് വരുന്ന ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആകാശവും ഫ്ലൈറ്റും എല്ലാം കൂടി കാണാനായിട്ട്. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായപ്പോത്തിന് നമ്മളുടെ ഫ്ലൈറ്റിന്റെ ടൈം ആയിട്ടാ. ബാക്ക് നേരെ ബാക്ക് എടുക്കണം നോക്ക്. എന്താ കുട്ടികള് പറഞ്ഞ് ടോയ് പ്ലെയിൻ എന്തുകൊണ്ട് പോലെ പോണത്. പൈലറ്റിന്റെ ഇപ്പം ഇങ്ങോട്ട് കാണുന്നുണ്ടാവും. ഒന്നാമത് ഇതാണ് പോവാൻ നിക്കണത്. എത്രണ്ണാണല്ലോ മൂന്നാളിനെ ഒരുമിച്ചല്ലേ. തമ്മിലൊരു അണ്ടർസ്റ്റാൻഡ് ഇവർക്ക് ഓരോ ഇതുണ്ടാവൂലല്ലേ, റൂട്ടുകൾ ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്കും അല്ലേ. അവിടെയൊക്കെ ബാക്കെടുത്ത് അങ്ങനെ അങ്ങോട്ട് പോയി. ഓൽക്ക് റൂട്ട് എടുക്കാനുള്ള മാപ്പ് ഉണ്ട് സാക്കോ, യെല്ലോ കളറിൽ വരച്ചിക്കണ്. ആ റൂട്ടിലൂടെയാണല്ലോ പോണത്. അതിന്റെ വീല് കണ്ടില്ലേ? ഇവിടുന്ന് അങ്ങനെ പോയിട്ട് അങ്ങനെ പോയി റൂട്ട്. നമ്മള് വെച്ചിട്ട് പഠിക്കണ പോലെ, കാറിനൊക്കെ വെച്ചിട്ട് പഠിക്കൂലേ, അതിന്റെ പോലെ. തായ്ലാൻഡിൽ ഞാൻ നേരെ തെനാങ്ങിലേക്ക്, കൊച്ചിയിൽ നിന്ന് തായ്ലാൻഡിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറി പാടന്നെ എല്ലാവരും കയറി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കീടങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു എന്നുള്ളൊരു നോട്ടായിരുന്നു എല്ലാവരും മുഖത്തും ഞങ്ങൾക്ക് കിട്ടിയതിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നോട്ടം ഇനി വേണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്ത് തായ്ലാൻഡിൽ ടു വിയറ്റ്നാമിലേക്കുള്ള ഫ്ലൈറ്റിൽ ആദ്യം തന്നെ അങ്ങോട്ട് കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് വേറെ ഒരാളായിരുന്നു കേട്ടോ ഞങ്ങളെ സീറ്റിൻ്റെ അടുത്ത് വിൻഡോ സീറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരുന്നോളി പറഞ്ഞിട്ട് അയാൾ മാറി തന്നിട്ട് എനിക്ക് വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഇത്തവണ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോൾ അത് വണ്ടിയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലൊക്കെ വിൻഡോ സീറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ചെറുതിലേ മുതലേ എല്ലാവർക്കും അത് ഭയങ്കര രസമായിരിക്കും അല്ലേ. പുറത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ വിൻഡോ സീറ്റിൽ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖം കൂടിയാണ് കേട്ടോ. പുറത്ത് ലാൻഡിങ്ങിലെ കാഴ്ചകളും അതുപോലെ ടേക്ക് ഓഫിലെ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു പ്രത്യേക രസമാണ്. അപ്പോൾ അതാ തായ്ലാൻഡിലെ ഈ ഒരു ടേക്ക് ഓഫും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു കേട്ടോ. അൽഹംദുലില്ലാ അതൊരു എന്താ പറയുക, ഞങ്ങളൊരു സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് തുടക്കം വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനം തോന്നുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഇനിയുള്ള എല്ലാ സ്വപ്നങ്ങളും പഠിച്ചവനെ എല്ലാവർക്കും സാധിച്ചു തരട്ടെ. ഒരുപാട് ആഗ്രഹം കാണുന്നവരും സ്വപ്നം കാണുന്നവരാണ് എല്ലാവരും. അപ്പോൾ എല്ലാ സ്വപ്നങ്ങളും സാധിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഇനി ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗ് നമ്മൾ വിയറ്റ്നാമിലെ നമ്മളെ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വീഡിയോസും കുറേ വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഇന്നത്തെ വ്ളോഗിന് ഈ വ്ളോഗ് അവസാനിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും പോയി വന്നാൽ ഉടനെ നമ്മളെ റിയയുടെ സ്റ്റോറി ബാക്കി തുടങ്ങാം. കുറച്ച് ദിവസങ്ങൾ നമ്മളുടെ വിയറ്റ്നാം വിശേഷങ്ങളുമായിട്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടിക്കോളി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ വിയറ്റ്നാം വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അസ്സലാമ.